അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് വേസ്റ്റ് ഒക്കെ വീടിന്റെ പരിസരത്ത് കിടന്നിട്ടോ. അപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. ഇതുപോലത്തെ കറുത്ത പഴയ PVC പൈപ്പ് ഇവിടെ കിടന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ഫാൻസി ലൈറ്റ് അങ്ങ് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അതായത് ഈ ഒരു PVC പൈപ്പ് കൊണ്ട് നമുക്കൊരു അടിപൊളി ഒരു ഫാൻസി ഒരു വാൾ ലാമ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാം ടൈപ്പിലാണ്. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ നോക്കാം. ഒരിക്കലും ഇതൊരു വേസ്റ്റ് ആയി മാറത്തില്ല കേട്ടോ, ഈ ഒരു പഴയ PVC പൈപ്പ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് എടുത്തേക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു PVC പൈപ്പ് അപ്പോൾ അതാ ഈ ഒരു അളവിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വീതിക്ക് കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു അളവിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതുപോലെ നമ്മൾ ആക്സ് ഇട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേമാതിരിയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു വീതിക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്ന നോക്കിയതാ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന എന്താണെന്നൊക്കെ നോക്കി മനസ്സിലാക്കി കോപ്പി അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ പണിയിലാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഏതായാലും നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമുക്കൊരു ഐഡിയ ഉദിച്ചത്. എന്താ അറിയാവോ, ഇതേപോലെ ഒരു തടിക്കഷ്ണം കേട്ടോ, മരക്കഷ്ണം വേണം. അപ്പോൾ ഇത് നല്ല അടിപൊളി അത്യാവശ്യം ഒരു നീളമുള്ള മരക്കഷ്ണമാണ്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നമ്മൾക്ക് ഒരു അളവിട്ട് കൊടുക്കണം ഇതേമാതിരി. എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ 2 ക്ലാമ്പ് വേണം കേട്ടോ. അപ്പോൾ ഇത് PVC കൊണ്ട് തന്നെ വളച്ച് ചെയ്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഈ ഒരു പൈപ്പിൻ്റെ അറ്റത്തായിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് സ്ക്രൂവോ അല്ലെങ്കിൽ ആണിയോ അടിച്ചു കൊടുക്കാം. അതായത് ഈ ക്ലാമ്പ് ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാം, എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് പിടിപ്പിച്ച് കൊടുക്കുക. ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ളത് കയറ്റിയിടുക. അതിനുശേഷം നമുക്ക് കുറച്ചേ കട്ട് ചെയ്ത് എടുക്കാം. സിമ്പിളായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവർക്കും യൂസ്ഫുൾ ആകും. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ഈ ക്ലാമ്പ് ഇവിടെ ഒന്ന് ആണിയടിച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ 2 സ്ക്രൂ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് അറ്റത്തും ഒന്ന് ഇതാ ഇവിടെ ആയിട്ടോ. ഇനിയിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതാ ഈ ഒരു പൈപ്പ് ഇതിൻ്റെ അകത്തൂടെ കയറ്റി നമുക്ക് ഇപ്പുറത്ത് വെളിയിൽ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ട അളവിന് ഇങ്ങനെ വെച്ചാൽ കട്ട് ചെയ്ത് ഇടുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇങ്ങനെ വെച്ചാൽ കട്ട് ചെയ്ത് വിടാം. അപ്പോൾ നമുക്ക് ഏതായാലും ബാക്കി കൂടി അങ്ങ് കട്ട് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ ഏകദേശം നമ്മൾ ഇത്ര ഒരു 10-50 എണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്ത് സർക്കിൾ രൂപത്തിൽ ഇത്രയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് നമ്മൾ സാൻഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കട്ടിയുള്ള സാൻഡ് പേപ്പർ ഇട്ട് നൈസായിട്ട് ഇത് ക്ലീൻ ചെയ്യാം കേട്ടോ. ഗൈസ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ 1.5-യുടെയോ അല്ലെങ്കിൽ 2-ൻ്റെയോ ഏതെങ്കിലും ഒരു രീതിയിലുള്ള PVC പൈപ്പ് വേണം. അപ്പോൾ നമുക്ക് എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു 2 മീറ്റർ 2 ഇഞ്ച് വീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 ഇഞ്ച് വീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. സ്കെയിലിൻ്റെ അളവിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പീസ് കൂടി നമുക്ക് വേണം.
അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു 2 PVC പൈപ്പിന്റെ ഉദ്ദേശം വെച്ചാൽ നമ്മൾ ഒരടിയാണ് പൊക്കം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊക്കത്തിൽ ഇതാ ഇങ്ങനെ ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്, 2 ഫ്രണ്ടിലും ബാക്കിലോട്ട് ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങിയാണ്. നമുക്ക് ഇതേമാതിരി ഈ ഒരു പീസ് ആദ്യം വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ സർക്കിൾ ഉണ്ട്. ആ ഒരു സർക്കിൾ നമുക്കിതിന് ചുറ്റും ഇതേമാതിരി ഇങ്ങനെ ഫ്ലെക്സ് കുപ്പി കൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒട്ടിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് കാണാൻ തോന്നും. അപ്പോൾ ഇതേപോലെ ഫുള്ള് നമ്മൾ ആദ്യം ഈ ഒരു ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഒന്നുകൂടി സിമ്പിളായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ. അപ്പോൾ ഒരു സെറ്റ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഇതാ ഒട്ടിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇതേമാതിരി അപ്പോൾ ഓരോന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തോണ്ടിരിക്കണേ. അപ്പോൾ ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഓരോ ഗ്യാപ്പ് ഇങ്ങനെ അടച്ചിടുക. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയറും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് നിങ്ങൾക്ക് വേണ്ട ഹൈറ്റിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കാണ് ഇവിടെ അടുത്ത് ഇവിടെ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഓരോന്നും നമുക്ക് വെച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരടിയിലെ കാല് ഭാഗത്തോളം നമുക്ക് ചെയ്യാൻ പറ്റി. ഏകദേശം ഇത്രയൊക്കെ നീളം മതിയായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു PVC പൈപ്പ് റൗണ്ടില്ലേ, ഇനി ഇവിടം വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഗൈസ് അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗവും അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഫാൻസി ലൈറ്റിന് ഫാൻസി ആക്കാനുള്ള കളർ ആദ്യം ബേസ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ലൈറ്റിന് നമ്മൾ ബ്ലാക്ക് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പോകുന്ന ഫാൻസി ലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ വാളിലും അതുപോലെ തന്നെ നമ്മുടെ ഭിത്തിയിലും ഒക്കെ കൊടുക്കുന്ന ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ലൈറ്റാണ് നമ്മൾ അതിന് ഇങ്ങനെ കൊടുക്കാൻ പോകുന്നിരിക്കും. ഇത് അത്യാവശ്യം കറണ്ടിലും കാര്യങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫാൻസി ലാമ്പിൻ്റെ സ്റ്റാൻഡിൽ നമുക്കിത് ഹോൾഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട്
നമ്മളിതാ ഈ ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ക്രോസിന് കൊടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ ഹാങ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ 2 പീസ് ഇതേമാതിരി 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ നമുക്ക് പോലെ ഇതേമാതിരി വെച്ച് കൊടുക്കാം കേട്ടോ, എന്നിട്ട് ഒട്ടിച്ചെടുക്കാവേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ മൈക്കിലല്ല കേട്ടോ, മൈക്ക് നമ്മുടെ കയ്യിലില്ല. മൈക്കിൻ്റെ ചാർജ് നമുക്ക് ജസ്റ്റ് ഒന്ന് തീർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കുത്തിയിടാൻ പോയി. അപ്പോൾ അതാ ഇങ്ങനെ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഫാൻസി ലാമ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടാണ് നമ്മൾ ലൈറ്റ് ഇടാൻ പോകുന്നത്. എന്നിട്ട് നമുക്കൊന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതുപോലെ പഴയ ഫയൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള ഫയലിൻ്റെ ഒരു ഷീറ്റാണിത്. ഇതുപോലുള്ള ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഇട്ട സമയത്ത് അതിൽ സ്പ്രെഡായി നിൽക്കും. ആ ഒരു എഫക്റ്റ് ഇതാ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫാൻസി ലാമ്പിലേക്ക് അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മുടെ ഫാൻസി ലൈറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ലൈറ്റിങ് അതിൽ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഏതായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് മിന്നിച്ചൊന്ന് കാണിക്കണം, അതിന് ശേഷം നമുക്ക് ഹാങ് ചെയ്തിടണം. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു വെട്ടവും പ്രകാശവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടോ, അടിപൊളിയായിരിക്കും. ഇപ്പം നമ്മളിത് പ്ലഗിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സീലിങ്ങിൽ ചെയ്യുമ്പോൾ ഈ എണ്ണം ആറ്റിയിട്ട് വയറിങ്ങിൽ ഹാങ് ചെയ്താണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും അതൊന്ന് കത്തിച്ച് കാണിച്ചാലോ. അപ്പോൾ ഗൈസ് ഏതായാലും നമ്മുടെ ലൈറ്റ് ഒന്ന് കത്തുന്ന കാണണ്ടേ. അപ്പോൾ നമ്മുടെ ലൈറ്റ് അടിപൊളിയായിട്ട് രക്ഷയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ എൻ്റെ പച്ച കളർ കത്തുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അടുത്ത് വെച്ച് ജസ്റ്റ് കണ്ടോളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാങ് ചെയ്തോളം വിഷ്വലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നൈറ്റ് വിഷ്വലും ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും നമ്മളിതാ അടിപൊളിയായിട്ട് കത്തിച്ച് കഴിഞ്ഞു ഗൈസ്. ഒരക്ഷയില്ല, എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക, അടിപൊളിയാണ്. വേണം നിങ്ങൾക്ക് വളരെ ചിലവുരുങ്ങി ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ നമുക്ക് വളരെ ചിലവ് ചുരുങ്ങി മാത്രമേ ഉള്ളൂ. കാര്യം ചില വേസ്റ്റ് PVC കളയാൻ വെച്ചത് നമ്മൾ ചെയ്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഡാർക്ക് വിഷ്വലും കാണാം, അതുപോലെ തന്നെ ഹാങ് ചെയ്തുള്ള വിഷ്വലും കാണാം. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മേക്കിംഗ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അടിച്ചോട്ടിച്ചേക്കുക. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഡാർക്ക് വിഷ്വലും അതുപോലെ തന്നെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞുള്ള ആ ഒരു വിഷ്വലും എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വീഡിയോസ്